നമസ്കാരം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഞാൻ അനു മോഹനൻ. സത്യപ്രതിജ്ഞയ്ക്ക് സജ്ജമായി UDF മന്ത്രിസഭ. മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ VD സതീശൻ മന്ത്രിസഭയ്ക്ക് അന്തിമ രൂപം. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേർ മന്ത്രിമാരാകും. രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും K മുരളീധരനും മന്ത്രിമാരാകും. ബിന്ദു കൃഷ്ണയും KA തുളസിയുമാണ് വനിതാ മുഖങ്ങൾ. മന്ത്രിസഭയിൽ 14 പേർ പുതുമുഖങ്ങളാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക് ഭവനിലെത്തി ഗവർണർക്ക് പട്ടിക കൈമാറി. പൊതുഭരണ വകുപ്പിന് പുറമെ ധനകാര്യവും തുറമുഖ വകുപ്പും മുഖ്യമന്ത്രി തന്നെ വഹിക്കും. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യും. ആരോഗ്യം AP അനിൽകുമാറിനും വനം വകുപ്പ് T സിദ്ദിഖിനും നൽകും. K മുരളീധരനാണ് വൈദ്യുതി വകുപ്പ്. M ലിജുവിന് എക്സൈസും PC വിഷ്ണുനാഥിന് ടൂറിസം സാംസ്കാരികം വകുപ്പുമാകും ലഭിക്കുക. അവസാന നിമിഷം സർപ്രൈസ് എൻട്രി നടത്തിയ OJ ജനീഷിനാണ് യുവജനക്ഷേമ വകുപ്പ്. റോജി M ജോണും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ K മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ CP ജോൺ, ശ്രീമതി KA തുളസി. ബിന്ദു കൃഷ്ണയും KA തുളസിയുമായി മന്ത്രിസഭയിലെ സ്ത്രീ പ്രാതിനിധ്യം. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ലീഗിന്റെ മന്ത്രിമാർ. 2.5 വർഷം കഴിഞ്ഞാൽ പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും. അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധിയെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ളയായിരിക്കും എന്നുകൂടി ഇവിടെ അറിയിക്കുക. കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫ് മന്ത്രിയാകും. ജലവിഭവ വകുപ്പായിരിക്കും മോൻസിന് ലഭിക്കുക. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും CMBയിലെ CP ജോണും മന്ത്രിമാരാകും. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബിനെ ഉൾപ്പെടുത്തിയപ്പോൾ മാണി C കാപ്പൻ പട്ടികയിൽ ഉൾപ്പെട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയുമാകും. അബു ജോൺ ജോസഫാണ് ചീഫ് വിപ്പ്. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. UDF മന്ത്രിസഭയിൽ ഘടകകക്ഷി വകുപ്പുകളിൽ മാറ്റം എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഷിബു ബേബി ജോണിന് വനം വകുപ്പ് ലഭിക്കും. വനത്തിനു പുറമെ നൈപുണ്യ വികസന വകുപ്പും നൽകാമെന്നാണ് ധാരണ. T സിദ്ദിഖിനായിരുന്നു നേരത്തെ വനം വകുപ്പ് നിശ്ചയിച്ചിരുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, ഈ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ വരുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണല്ലോ. വിവരങ്ങൾ എങ്ങനെയാണ്? ഈ അനൂപി, ഘടകകക്ഷി വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ മാറ്റമുണ്ടാകുമെന്നുള്ള സൂചന ഇന്ന് VD സതീശൻ തന്നെ, നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. അതിന്റെ ആദ്യ മാറ്റം അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ഘടകകക്ഷികളിൽ പ്രധാനപ്പെട്ട ഷിബു ബേബി ജോണിന് വനം വകുപ്പ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയായി അവസാനഘട്ടം മന്ത്രി പട്ടികയിൽ ഇടം പിടിച്ച T സിദ്ദിഖിന് വനം നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ നമുക്കറിയാം K മുരളീധരൻ അടക്കം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതൃപ്തി പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം ചില വകുപ്പുകൾ അത് പറഞ്ഞുകൊണ്ട് ഘടകകക്ഷികളുടെ വകുപ്പുകൾ മാറ്റുകയാണ്. ഷിബു ബേബി ജോൺ ആദ്യം ചോദിച്ചത് ജലസേചന വകുപ്പ് എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ ചോദിച്ചു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന് വനം വകുപ്പ് കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നു. വനം വകുപ്പിന് പുറമെ നൈപുണ്യ വികസന വകുപ്പും കാഷ്യൂ വകുപ്പും കൂടി അദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ള വിവരം ഇപ്പോൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അനൂപ, UDF മന്ത്രിസഭയിൽ ഘടകകക്ഷി വകുപ്പുകളിൽ മാറ്റം വരുന്നുണ്ട്. ഷിബു ബേബി ജോണിന് വനം വകുപ്പ്, ഒപ്പം തന്നെ നൈപുണ്യ വികസന വകുപ്പും നൽകാമെന്നിങ്ങനെ ധാരണയായിട്ടുണ്ട്. T സിദ്ദിഖിനായിരുന്നു നേരത്തെ വനംവകുപ്പ് നിശ്ചയിച്ചിരുന്നത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മന്ത്രിപ്പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ UDFനുള്ളിൽ അതൃപ്തിയും. മന്ത്രി ചർച്ചകളിൽ ആദ്യം പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകൾ തഴഞ്ഞതിന് പിന്നാലെയാണ് ഭിന്നത പുകയുന്നത്. ചാണ്ടി ഉമ്മനെയും VT ബൽറാമിനെയും ആദ്യം പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ പട്ടികയിൽ ഇടം നേടാനായില്ല. വൈദ്യുതി വകുപ്പെങ്കിൽ ചുമതലയേൽക്കാനില്ലെന്ന നിലപാടിലാണ് K മുരളീധരൻ. 2 ദിവസം തകൃതിയായി നടന്ന മന്ത്രിസഭാ ചർച്ചകളിൽ ആദ്യം മുതൽ പരിഗണിക്കപ്പെട്ടിരുന്ന പേരാണ് നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മന്റേത്. യുവജന പ്രാതിനിധ്യം പരിഗണിച്ച് ചാണ്ടിയുമ്മൻ മന്ത്രിസഭയിലെത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച മന്ത്രിപ്പട്ടികയിൽ ചാണ്ടിയുമ്മൻ ഇടം നേടിയില്ല. OJ ജനീഷും റോജി M ജോണും പട്ടികയിൽ അപ്രതീക്ഷിത എൻട്രിയായി എത്തിയപ്പോൾ ചാണ്ടിയുമ്മൻ പുറത്തായി. മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിട്ടില്ലെന്നായിരുന്നു ഇതിനോടുള്ള പുതുപ്പള്ളി MLAയുടെ പ്രതികരണം. എന്റെ പാർട്ടിക്ക് ഏത് തീരുമാനം എടുക്കാം, ആ നിലപാടിൽ ഞാൻ എന്നും ഉറച്ചു വയ്ക്കും. തൃത്താല MLA VT ബൽറാമിന്റെ പേരും സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയ സമവാക്യങ്ങൾ കണക്കുകൂട്ടി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ VT ബൽറാമും പുറത്തായി. അതൃപ്തി പ്രകടമാക്കി VT ബൽറാം തൃത്താലയുടെ MLA എന്ന തലക്കെട്ടോടെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടു.
കെ മുരളീധരന് വൈദ്യുതി വകുപ്പ് നൽകിയതിലും അതൃപ്തിയുണ്ട്. വൈദ്യുതി വകുപ്പാണെങ്കിൽ ചുമതല ഏൽക്കാനില്ലെന്ന് കെ മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചു. അനുനയിപ്പിക്കാൻ നീക്കവുമായി KPCC നേതൃത്വം ചർച്ച നടത്തുകയാണ്. രമേശ് ചെന്നിത്തല പക്ഷക്കാരനായ IC ബാലകൃഷ്ണനും മന്ത്രിസഭാ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. അവസാന നിമിഷവും പേര് കേട്ടിരുന്നെങ്കിലും മന്ത്രിയായില്ല. പട്ടികവർഗത്തിൽ നിന്ന് ആരും മന്ത്രിസഭയിലില്ലാത്തത് സങ്കടകരമെന്നും വിഷമം നേതൃത്വത്തെ അറിയിക്കുമെന്നും IC ബാലകൃഷ്ണൻ പറഞ്ഞു. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഒരു ക്യാബിനറ്റ് പദവിയിലേക്ക് ഒരാളില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രതിഷേധം. കാരണം 4.5 ലക്ഷത്തോളം വരുന്ന ഇതിൻ്റെ പട്ടികവർഗ സഹോദരങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ, അവരൊക്കെ ചോദിക്കുക എന്നോടാ. പ്രഖ്യാപനത്തിന് പിന്നാലെ ലീഗിലും സൈബർ പോര്. VE അബ്ദുൽ ഗഫൂറിന്റെ മന്ത്രിസ്ഥാനം സൈബറിടത്തിൽ ചോദ്യം ചെയ്ത് ലീഗ് അണികൾ. സാദിഖ് അലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വ്യാപക വിമർശനമുണ്ടായി. കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട VP സജീന്ദ്രനെ തഴഞ്ഞതിലും അതൃപ്തിയെന്ന് സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായെങ്കിലും VD സതീശൻ മന്ത്രിസഭയിൽ KC വേണുഗോപാൽ പക്ഷത്തിന് മേൽക്കൈ. VD സതീശനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വച്ച പല പേരുകളും അവസാന നിമിഷം പട്ടികയിൽ ഉൾപ്പെട്ടില്ല. OJ ജനീഷിന്റെ സർപ്രൈസ് എൻട്രി ഉൾപ്പെടെ KC പക്ഷത്തിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തൽ. അടിമുടി നാടകീയം. ഗവർണറെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കന്റോൺമെന്റ് ഹൌസിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ ട്വിസ്റ്റുകൾ. മന്ത്രിപ്പട്ടികയിൽ അവസാന നിമിഷ തിരുത്തലുകൾ. മുഖ്യമന്ത്രി സ്ഥാനനഷ്ടം KC ക്യാമ്പിനുണ്ടാക്കിയ ആഘാതം ക്യാബിനറ്റിലെ അപ്രമാദിത്വം കൊണ്ട് മറികടന്നു. സണ്ണി ജോസഫ്, AP അനിൽകുമാർ, റോജി M ജോൺ, OJ ജനീഷ്, T സിദ്ദിഖ്, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ എന്നിങ്ങനെ 8 KC പക്ഷക്കാർ. ആദ്യം മുതൽ ലിസ്റ്റിലുണ്ടായിരുന്ന ചാണ്ടിയുമ്മനടക്കം പുറത്തായപ്പോൾ അവസാന നിമിഷം OJ ജനീഷും റോജി M ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. VD സതീശനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ച പേരുകൾ പലതും വെട്ടിപ്പോയി. ഷാനിമോൾ ഉസ്മാനെയും VT ബൽറാമിനെയും വളരെ ആസൂത്രിതമായാണ് KC പക്ഷം വെട്ടിയത്. KA തുളസിയെ ഇറക്കിയുള്ള ഒറ്റ നീക്കത്തിൽ ആ തന്ത്രം വിജയിച്ചു. ഹൈക്കമാൻഡ് ഇടപെടലിൽ T സിദ്ദീഖും ഉറപ്പിച്ചതോടെ KC വേണുഗോപാൽ ക്യാമ്പ് ക്യാബിനറ്റിൽ കരുത്തുറപ്പിച്ചു. 24 തിരുവനന്തപുരം. UDF നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത. കോവളം MLA M വിൻസെന്റിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ ലത്തീൻ സഭയ്ക്ക് അതൃപ്തി. തങ്ങളെ വെറും വോട്ട് ബാങ്കായി മാത്രം നേതൃത്വം കണക്കാക്കിയെന്നാണ് വിമർശനം. VD സതീശൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ കോവളം MLA M വിൻസെന്റിന് മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. VD സതീശനായി ജില്ലയിൽ ഉറച്ചുനിന്ന നേതാവ് കൂടിയാണ് M വിൻസെന്റ്. എന്നാൽ അവസാനഘട്ട ചർച്ച കൂടി കഴിഞ്ഞപ്പോഴാണ് വിൻസെന്റ് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായത്. ഇതിന് പിന്നാലെയാണ് അതൃപ്തി പരസ്യമാക്കി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രംഗത്തെത്തിയത്. ലത്തീൻ സഭ വളരെ അതൃപ്തരാണ്. കാരണം ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രം കാലാകാലങ്ങളിൽ പാർട്ടികൾ കാണുകയും ഈ സമുദായം നൽകി വരുന്ന സംഭാവന പൂർണ്ണമായും അവഗണിച്ച ഒരു സ്ഥിതിയാണുള്ളത്. എന്നാൽ മന്ത്രിയാക്കാത്തതിൽ തനിക്ക് നീരസമില്ലെന്നായിരുന്നു M വിൻസെന്റിന്റെ പ്രതികരണം. അപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് വിധേയമായിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്കതിന് നീരസത്തിനോ മറ്റൊന്നും കാര്യമില്ല. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ എല്ലാ കാലത്തും UDFനൊപ്പം ഉറച്ചുനിന്ന വോട്ട് ബാങ്കായിരുന്നു ലത്തീൻ സഭ. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലത്തീൻ സഭയുടെ വോട്ടുകൾ നിർണായകമായിരുന്നു. ജിബിൻ JB 24 തിരുവനന്തപുരം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരുങ്ങി തലസ്ഥാനം. സുരക്ഷ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിനെത്തും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. നാളെ നടക്കുന്ന VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തുടക്കത്തിൽ 12,000 പേർക്ക് പ്രവേശനം നൽകാനാണ് തീരുമാനിച്ചതെങ്കിലും തിരക്ക് കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത 50,000 പേരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പന്തലൊരുക്കുന്നത്. പാസ് ലഭിക്കാത്ത പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LED സ്ക്രീനുകളും സജ്ജീകരിക്കുന്നുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സുഖു, പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ, നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി
സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എലാബറേറ്റ് സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 3200 പോലീസ് ഉദ്യോഗസ്ഥരിനെ നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തു നാളത്തേക്കുള്ള സെക്യൂരിറ്റിന് വേണ്ടി. ഈ ഏരിയന് സെൻട്രൽ സ്റ്റേഡിയം ഏരിയന് ടോട്ടലായിട്ട് ഒരു സെക്യൂരിറ്റി സോണായിട്ട് ക്ലാസിഫൈ ചെയ്തു. എവിടെ ആവശ്യമുള്ള സുരക്ഷ എടുത്തിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ എത്തുന്നവർ 8 മണിക്കും 9 ഇടയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കണമെന്നാണ് അറിയിപ്പ്. UDF പ്രവർത്തകരുടെ കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പാണ് നാളെ പൂവണിയാൻ പോകുന്നത്. കാത്തിരിപ്പിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം നേരിൽ കാണുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് രാത്രിയോടുകൂടി പന്തൽ പണികൾ ഉൾപ്പെടെ എല്ലാ പണികളും പൂർത്തിയാക്കാൻ വേണ്ട നെട്ടോട്ടത്തിലാണ് അണിയറ പ്രവർത്തകരും. അരുണസാറിനൊപ്പം ജിവിൻ JB, 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്കെതിരെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ലീഗിനെ ആക്രമിക്കുന്ന ശൈലി നാട്ടിൽ സ്പർദ്ധ വളർത്താൻ ആണെന്നും വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗിന് കടുത്ത ഹിന്ദു വിരുദ്ധതയെന്നാണ് SNDP യോഗം മുഖപത്രം യോഗനാഥത്തിലെ പരാമർശം. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ G സുധാകരനും KNM രംഗത്ത്. VD സതീശനെതിരായ കടുത്ത നിലപാടിൽ അയവ് വരുത്തിയെങ്കിലും ലീഗിനെ കടന്നാക്രമിക്കുന്നത് തുടരുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അധികാരത്തിന്റെ മറവിൽ മതതീവ്രവാദികളെ സംരക്ഷിക്കുകയാണ് മുസ്ലിം ലീഗെന്ന് യോഗനാഥത്തിലെ ലേഖനത്തിൽ വെള്ളാപ്പള്ളി കുറിച്ചു. UDF ആണ് ജയിച്ചതെങ്കിലും മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങി. മതേതര സമൂഹത്തിനു മുന്നിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗ് KM ഷാജിയെ പോലുള്ളവരെ മന്ത്രിയാക്കിയാൽ മതേതരത്വം പൂത്തുലയുമോ എന്നും പരിഹാസം. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപവും മാറാട് കലാപവും മറന്നിട്ടില്ലെന്നും SNDP യോഗ മുഖപത്രം യോഗനാഥത്തിലെ ലേഖനത്തിൽ വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. എന്നാൽ ലീഗിന് ഉന്നമിട്ടുള്ള നീക്കത്തിൽ വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. ലീഗിനെ ആക്രമിക്കുന്ന ശൈലി നാട്ടിൽ സ്പർദ്ധ വളർത്താനാണെന്നും വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇത്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ ലീഗിനെ പിടിച്ച് ആക്രമിക്കുന്ന ശൈലി അത് നാട്ടിൽ സ്പർദ്ധ വളർത്താനുള്ള മനഃപൂർവ്വമുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, നല്ല ഉദ്ദേശമല്ല. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം മുസ്ലിം വിരുദ്ധത പറയുന്നെന്ന് അമ്പലപ്പുഴ നിയുക്ത MLA G സുധാകരൻ. അദ്ദേഹം നേരത്തെ മുതലേ ഏതാണല്ലോ പറയുന്നത്, ആന്റി മുസ്ലിമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നമുക്കതിനോട് ചോദിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്, ഞങ്ങളുടെ ഒന്നും അല്ലല്ലോ. മാറാട് കലാപത്തിൽ പങ്കില്ലാത്ത ലീഗിനെ വെള്ളാപ്പള്ളി ബോധപൂർവം പ്രതിക്കൂട്ടിലാക്കുകയാണെന്നും കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി പറഞ്ഞു. 24 ആലപ്പുഴ. കാസർഗോഡിന് മന്ത്രി പദവി ലഭിക്കാത്തത് വേദനാജനകമെന്ന മഞ്ചേശ്വരത്തെ BJP സ്ഥാനാർത്ഥി മത്സരിച്ച K സുരേന്ദ്രൻ. AK അഷ്റഫിന് മന്ത്രി പദവി ലഭിക്കാതെ പോയത് വേദനാജനകമാണെന്ന് സമൂഹ മാധ്യമ പോസ്റ്റ്. വികസന പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ നിന്നുള്ള മന്ത്രി നേതൃത്വം നൽകണമെന്നായിരുന്നുവെന്നും പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനും അതിരൂക്ഷ വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിലെ മണ്ടത്തരമാണെന്നും MV ഗോവിന്ദന്റെ ഓരോ പ്രതികരണത്തിലും ജനങ്ങൾ പാർട്ടിക്കെതിരാകുന്നുവെന്നും വിമർശനമുയർന്നു. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സമാനതകളില്ലാത്ത വിമർശനമാണ് മുൻ മുഖ്യമന്ത്രിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ നേരിടുന്നത്. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമെന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കാൻ ഒരു നയം, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്താൻ മറ്റൊരു നയം. ഇടതുപക്ഷത്തിന്റെ അവസാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിണറായി വിജയനായാൽ അതിശയപ്പെടാനില്ലെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കുറ്റപ്പെടുത്തൽ. തോൽവിയുടെ ആഘാതം കൂട്ടിയതിൽ പ്രധാന ഉത്തരവാദിത്തം പിണറായിക്കെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ കുറ്റപ്പെടുത്തി. AK ബാലനും വെള്ളാപ്പള്ളി നടേശനും ഒരേ ശബ്ദമെന്നും വിമർശനം. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദനെതിരെ ഉയർന്നത് വലിയ കുറ്റപ്പെടുത്തൽ. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിഷയങ്ങൾ മലബാറിലാകെ എതിർവികാരമുണ്ടാക്കി. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിശദീകരണങ്ങളിൽ വ്യക്തതയില്ലെന്നും ചിലത് പരിഹാസ്യമായി മാറിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം തിരുത്തണമെന്നും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും ജില്ലാ നേതൃയോഗങ്ങളിൽ അഭിപ്രായമുയർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
സംസ്ഥാനത്തെ ഡോക്ടർമാർക്ക് 80,000 രൂപ മിനിമം വേതനം നൽകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് മിനിമം വേതനം ഉറപ്പാക്കാൻ പുതിയ സർക്കാർ നടപടി സ്വീകരിക്കണം. സംസ്ഥാനത്ത് 82% ഡോക്ടർമാർക്കും മാന്യമായ വേതനം ലഭിക്കുന്നില്ല. വിദേശത്ത് പഠിച്ചു വരുന്ന ഡോക്ടർമാരെ രണ്ടാം തരം ആയാണ് പരിഗണിക്കുന്നത്. കൃത്യമായ സമയത്ത് ശമ്പളം ലഭിക്കാനും തൊഴിലിടത്ത് സുരക്ഷ ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചുരുങ്ങിയതൊരു 80,000 രൂപയെങ്കിലും ഒരു ഡോക്ടർക്ക് ശമ്പളം കിട്ടുന്നത് ന്യായമായ ഒരു ആവശ്യമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് അടുത്ത ഘട്ടമാണ്. പിന്നെ എല്ലാ ആശുപത്രികളിലും ഇതേ വേതനം കൊടുക്കാൻ പറ്റുമോ? ഇതിങ്ങനെ പല ചിന്തകളും ഉണ്ടായേക്കാം. പക്ഷേ 85,000 രൂപ എന്നുള്ളൊരു അടിസ്ഥാന ശമ്പളം 48 മണിക്കൂർ ഡ്യൂട്ടി ഒരാഴ്ചയിൽ ഒരു MBBS ഡോക്ടർ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സംസ്ഥാനത്ത് അവയവ കച്ചവടം നടക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് സർക്കാരിന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും IMA കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു IMAയുടെ പ്രതികരണം. അവയവദാനത്തിന്റെ പേരിൽ നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് ഒരു അടിസ്ഥാന കാരണം ഇവിടുത്തെ കർശനമായ നിയമങ്ങളാണ്. അവയവദാനം മെച്ചപ്പെടുത്തി എത്രയോ രോഗികൾ അവയവദാനം അല്ലെങ്കിൽ അവയവം കിട്ടാതെ മരിക്കുന്നവർ എത്രയോ പേരുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാനാവും. അതിന് നിയമം കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കള്ളക്കടത്തുകളും മറ്റു കാര്യങ്ങളും സംഭവിക്കില്ല എന്നുള്ളതും വേറൊരു വശമാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ NTA-ക്കെതിരെ നിർണായക തെളിവുകൾ. ചോദ്യപേപ്പറുകൾ ചോർന്നത് NTA-ക്ക് ഉള്ളിൽ നിന്നെന്ന കണ്ടെത്തൽ. ചോദ്യക്കടലാസ് തയ്യാറാക്കിയവരും പരിഭാഷകരും CBI നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നോ എന്നും CBI പരിശോധിക്കുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുള്ളിൽ നിന്ന് 2 സെറ്റ് ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്നാണ് CBI കണ്ടെത്തൽ. ഒന്ന് കൈപ്പടയിലും മറ്റൊന്ന് ടൈപ്പ് ചെയ്ത രൂപത്തിലും. കെമിസ്ട്രി വിഭാഗം PV കുൽക്കർണിയും ബയോളജി ഭാഗങ്ങൾ മനീഷ മന്ധാരയുമാണ് ചോർത്തിയത്. ചോദ്യക്കടലാസ് തയ്യാറാക്കിയവരും പരിഭാഷകരും നിലവിൽ CBI നിരീക്ഷണത്തിലാണ്. സംശയത്തിലുള്ളവരുടെ പട്ടിക ഇതിനോടകം NTA CBIക്ക് കൈമാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ 9 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. പിന്നാലെ നിലവിലുള്ള ചോദ്യപേപ്പർ നിർമ്മാണ സമിതിയെ പൂർണ്ണമായും ഒഴിവാക്കാനും NTA തീരുമാനിച്ചു. അതേസമയം കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നതായി CBI സംശയിക്കുന്നു. രാജസ്ഥാനിൽ അറസ്റ്റിലായ BJP നേതാവ് ദിനേശ് വിവാളിന്റെ കുടുംബത്തിലെ 5 പേർക്ക് കഴിഞ്ഞ തവണ നീറ്റിന് ഉയർന്ന മാർക്ക് ലഭിച്ചിരുന്നു. +2 ശരാശരി മാർക്ക് മാത്രമുള്ള ഇവർക്ക് നീറ്റിൽ ഉയർന്ന സ്കോർ കിട്ടിയതിനെക്കുറിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. 24 ഡൽഹി. സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ തുടരുകയാണ്. കോഴിക്കോട് മുക്കത്ത് മിന്നലേറ്റ് ഒരാൾ മരിച്ചു. കോഴിക്കോട് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കനത്ത മഴയ്ക്കിടെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കോഴിക്കോട് മുക്കത്താണ് ഒരാൾ മരിച്ചത്. കൂടരഞ്ഞി കൂമ്പാറ മുണ്ടുമല ഇളംപുള്ളിയിൽ ജെയ്സണാണ് മരിച്ചത്. താമരശ്ശേരിയിൽ 4 സ്ത്രീകൾക്ക് മിന്നലേറ്റു. പുത്തൻപീടികയിൽ സാബിത, വഹീദ, ഇന്ദുലേഖ, ചക്കിക്കാവ് സ്വദേശി അംബിക എന്നിവർക്കാണ് മിന്നലേറ്റു പരിക്കേറ്റത്. നാളെ 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. കൊച്ചിയിലെ നാളത്തെ മത്സരം ക്ലബിന്റെ അവസാനത്തേതാകാമെന്ന സൂചനയുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. ISL-ലെ നാളത്തെ ഗോവയ്ക്കെതിരായ മത്സരത്തിനു മുന്നോടിയായി പുറത്തുവിട്ട വീഡിയോയിലാണ് അടച്ചുപൂട്ടൽ സൂചന ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത്. അനിൽ വാസുദേവുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. അനിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടുന്നു, അവർ കളി നിർത്തുന്നു എന്നുള്ള വാർത്ത 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. അനിലാണ് ആ വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ അതിന്റെ സൂചനകൾ കുറച്ചുകൂടി ഏറുന്നു. കൊമ്പന്മാർ കളം വിടുന്നു എന്ന് തന്നെയാണോ പറയുന്നത്? അങ്ങനെ തന്നെയാണ് അനൂപ്. ഏതാണ്ട് ആ സൂചനകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ട ആ വീഡിയോയിലും സൂചിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വൺ ലാസ്റ്റ് ഡാൻസ് എന്ന പേരിൽ അടിക്കുറിപ്പിലാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസൺ മുതൽ ഹ്യൂമേറ്റനെയും ഒക്കെ തന്നെ അത്തരമുള്ള താരങ്ങളുടെ അടക്കമുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ വീഡിയോസും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഏറ്റവും കനമുള്ള രാത്രിയാണ്, അത് കടന്നു പോകണമെന്നാണ്. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ മത്സരം കൊച്ചിയിലെ കേരളത്തിലെ അവസാന മത്സരം എന്നുള്ളത് തന്നെയാണ്. ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ അടുത്ത സീസണിൽ ISL നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു സൂചന നൽകുന്നില്ല. അങ്ങനെ വലിയ രീതിയിൽ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇനി ക്ലബ്ബ് തുടർന്നു കൊണ്ടുപോകേണ്ട, അടച്ചുപൂട്ടാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ടതുമെല്ലാം ഏതാണ്ട് അത് കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ്. പക്ഷേ അപ്പോഴും ഒരു ഭാഗത്ത് ഒരു വിമർശനം ഉയരുന്നുണ്ട്. ആരാധകരെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ചില ഗിമ്മിക്സ് ആണ് ഇത് എന്ന തരത്തിൽ ചില
ചില വാദങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ക്ഷണിക്കുകയാണ്. അവസാനമായി ആരാധകർക്ക് അവരുടെ ടീമിന്റെ മത്സരം കണ്ണിറയെ ഒന്ന് കാണാനുള്ള ഒരു അവസരമായി ഒരുപക്ഷെ ഇത് മാറിയേക്കാം. അനൂപ്, യെസ്, അത് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് കളം വിടുന്നോ എന്നുള്ള ചോദ്യം വളരെ വലുതാണ്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലേറ്റർ എഡിഷൻ പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.